സോ വിൽ മേക്ക് ഇറ്റ് ക്വിക്ക് ടുഡേ. ഫ്രാഞ്ചൈസിങ് നിങ്ങൾ കാണുന്നത് പോലെയാണ്. നോർമലി ഒരു ബിസിനസ്സിന് പ്രൊഡക്റ്റ് ഉണ്ടാവുമെങ്കിൽ ഫ്രാഞ്ചൈസിങ്ങിൽ നിങ്ങളെ ബിസിനസ് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ദിസ് ഇസ് വെയർ യുവർ ബിസിനസ് ബിക്കം യുവർ ബെസ്റ്റ് പ്രൊഡക്റ്റ്, ആൻഡ് ദാറ്റ് ഇസ് ദ ഹോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഹാവിങ് എ ബിസിനസ്. ഞാൻ ഈ ഫ്രാഞ്ചൈസിംഗിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഐ വാസ് ആക്ച്വലി വർക്കിംഗ് കൺസൾട്ടന്റ് ആവുന്നതിന് മുമ്പ് ഐ വാസ് വർക്കിംഗ് വിത്ത് ജിറ്റ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ദിയർ വൈസ് പ്രസിഡന്റ്. So what I've seen, I was heading the strategic alliances and also deployment, international deployment in the responsibility. I've traveled to around 12 countries. I have set up around 300 institutions across in 12 countries. So that was my responsibility. So I was in charge of like drafting policies, അതിൻ്റെ പേപ്പർ വർക്ക്സ്, പ്രപ്പോസൽസ് ഒക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു. ബട്ട് വിത്തൗട്ട് നോയിങ് ലൈക്ക് ഐ വാസ് ഡൂയിങ് ഫ്രാഞ്ചൈസ് കൺസൾട്ടിങ്, ഐ വാസ് ഡൂയിങ് ഇറ്റ് ആസ് എൻ ഇൻസൈഡ് വർക്ക്. സോ ഒരു 14 വർഷം വർക്ക് ചെയ്തു. ദെൻ ഐ ഗോട്ട് ഔട്ട്. ബട്ട് ഞാൻ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, എനിവൺ ഹൂ കെയിം ടു ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ബ്രാൻഡ്, അവർ ഒരു 2 മാസം കൊണ്ട് ദേ ആർ ബിഹേവിങ് ലൈക്ക് എ ഫുൾ ഫ്ലെഡ്ജ് ഓണ്ടർപ്രണർ. വൈ? ബിക്കോസ് അവിടെ മരക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഫിഷിന്റെ ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ സിസ്റ്റത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഒരു 2-3 മാസം കൊണ്ട് എവ്രി വൺ സ്റ്റാർട്ടഡ് ടു സ്പീക്ക് ലൈക്ക് എ വെരി ലൈക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അക്കാഡമി നടത്തുന്ന ആൾക്കാരെ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് ദ പവർ ഓഫ് സിസ്റ്റംസ്. അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫ്രാഞ്ചൈസിങ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ബേസിക് നമ്മളെ ഒബ്ജക്റ്റീവ്. അതായത് ഒരാൾ പൈസ കൊണ്ടുവരുവാണ്, ദേ ആർ ആക്ച്വലി ബൈങ് യുവർ ബിസിനസ് ആൻഡ് ഗോയിങ് ഫ്രം യു. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഫ്രം എൻ ഓണ്ടർപ്രണർ പെർസ്പെക്റ്റീവ്, ദ ക്വസ്റ്റ്യൻ ഇസ് ബേസിക്കലി എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ആം ഐ ഫിറ്റ് ടു ഡു ദിസ്, ഞാൻ അതിനുള്ള മെച്യൂരിറ്റി എനിക്ക് ആയോ, കല്യാണം കഴിക്കാൻ പ്രായം എന്നൊക്കെ ചോദിക്കുന്ന പോലെ എൻ്റെ ബിസിനസ് വളരാനുള്ള സമയമായോ എന്ന് നമ്മൾ ചോദിക്കുന്ന ആൾക്കാർക്കുള്ളൊരു സെഷനാണ് ഇത് ബേസിക്കലി. ഇനി ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കൂടി പറയാം. മേ ബി 4 years 5 years ബാക്ക് എൻ്റെ വൈഫിൻ്റെ അങ്കിളാണ് വിളിക്കുന്നത്, ഒന്ന് വീട്ടിലേക്ക് വരാമോ, ദീപക്കിൻ്റെ ഹെൽപ്പ് വേണം. ഹി ന്യൂ ദാറ്റ് ഐ വാസ് വർക്കിംഗ് വിത്ത് ജിടെക് ആസ് ഇറ്റ്സ് വൈസ് പ്രസിഡന്റ്. സോ ഐ വെൻ ദേർ. ചെന്നപ്പോൾ കണ്ടെന്താ വെച്ചാൽ അവരുടെ ഒരു വീടിൻ്റെ അകത്ത് 2 റൂം ഫുള്ള് ലോക്ക്ഡ് ആണ്. സോ ഐ വാസ് ലൈക്ക് വാട്ട് ഹാപ്പൻ. അപ്പം തുറന്ന സമയത്ത് കാണുന്നത് ഫുള്ള് കമ്പ്യൂട്ടറിൻ്റെ സ്പെയർ പാർട്സ് ആണ്. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അനിയൻ, ഹി വാസ് റണ്ണിങ് എ കമ്പ്യൂട്ടർ ഷോപ്പ്. നമ്മളെ കോഴിക്കോട് കുറ്റിയാടിയിൽ ഹി വാസ് റണ്ണിങ് എ കമ്പ്യൂട്ടർ ഷോപ്പ്. സഡൻലി ഹി ഡൈഡ്, ഹി പാസ്ഡ് അവേ. അങ്ങനെ ആ സമയത്ത് ആ ഷോപ്പിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സ്റ്റോക്കാണ് അവരുടെ വീട്ടിൽ കിടക്കുന്നത്. പക്ഷെ മരിച്ചിട്ട് അന്ന് ഏകദേശം 9 മാസം 10 മാസം കഴിഞ്ഞു. അവരുടെ വീട്ടിലെ ഗ്രീഫ് എല്ലാം കഴിഞ്ഞു. അവരെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്ത ബാക്കി ഫുള്ള് സ്റ്റോക്കാണ് ഇവരെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരെ വീട്ടിലെ അവസ്ഥ പറയാൻ പറ്റത്തില്ല, അത്രയും ഡെഡ് സ്റ്റോക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് സാധനം ആയതുകൊണ്ട് ഒന്നും അവർക്ക് സെല് ചെയ്യാൻ പറ്റിയില്ല. വളരെ ചുരുങ്ങിയ കാര്യം. എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ 3 years ബാക്ക് നിങ്ങൾക്ക് ഇത് കാണാം, ആഡ് കാണാം, 90% ഓഫിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ബേസിക്കലി, ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, വി ആർ നോട്ട് ബിൽഡിംഗ് എ ബിസിനസ്, വി ആർ ആക്ച്വലി ഇൻ ടു സെൽഫ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഫ്രാഞ്ചൈസിങ്ങിന്റെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻസ് വെദർ ആർ യു ബിൽഡിംഗ് എ ബിസിനസ് ഓർ ആർ യു ബിൽഡിംഗ് എ ലയബിലിറ്റി. നിങ്ങളെ മുകളിൽ മാത്രം ഡിപ്പെൻഡ് ആയിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ബിൽഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു 5 ചെക്കുകളാണ് നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5 checks to ensure that you are good enough to franchise. Okay, ready for this, everyone? Okay. Great, super. So എൻ്റെ പേര് ഡോക്ടർ ദീപക് പടിയത്ത് എന്നാണ്. ഐ ടുക്ക് മൈ PhD in franchise consulting. I run couple of edtech companies. Careers and Connects എന്ന് പറഞ്ഞ കമ്പനി ഞാൻ റൺ ചെയ്യുന്നു. ദുബായിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. Then I also have couple of edtech companies called Dice Global, Study Accounts. അതൊക്കെ ഞാൻ ഫ്രാഞ്ചൈസി ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ദാറ്റ് ഇസ് ഇൻ ടു മൈ ബ്ലഡ്. സോ ഇതെല്ലാം ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. കറന്റ് ഐ ഹാവ് ഗോട്ട് അറൌണ്ട് 280+ ഫ്രാഞ്ചൈസീസ് ഹു ആർ യൂസിങ് മൈ edtech പ്ലാറ്റ്ഫോം. പ്ലസ് മുമ്പ് ജിടെക്കിലെ വൈസ് പ്രസിഡന്റ്, അതിന് മുമ്പ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. സോ ഐ ഓൾസോ ആം പാഷനറ്റ് അബൌട്ട് ദിസ് ഫ്രാഞ്ചൈസിങ്, ബിക്കോസ് നമുക്ക് ഒരുപാട് ബിസിനസ്സും ഒരുപാട് ജീനിയസ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. ഐ റിയലി ബിലീവ് ദിസ് വേൾഡ് ഇസ് ബിൽഡ് ബൈ പാഷനേറ്റ് ഓണ്ടർപ്രണേഴ്സ്. നമ്മളിന്ന് ആസ്വദിക്കുന്ന, എൻജോയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏതോ ഒരു ഓണ്ടർപ്രണറിന്റെ ഒരു ഡ്രൈവ് കൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഇലോൺ മസ്കിനൊക്കെ നമ്മൾ ആരാധിക്കാനുള്ള റീസൺ അതാണ്. ദ വേ പീപ്പിൾ തിങ്ക് ഇസ് റിയലി ഗ്രേറ്റ്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഫയറിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഐ നെവർ മിസ് എനി ഫ്രാഞ്ചൈസ് ഇവൻറ്റ്സ് സോ ദാറ്റ് ഐ കൻ മീറ്റ് ഗ്രേറ്റ് പീപ്പിൾ ആൻഡ് ദെയർ തോട്ട്സ്. ഐ ഹവ് ഓൾസോ റിട്ടൺ എ ബുക്ക് കോൾഡ് ഫ്രാഞ്ചൈസ് ഗോൾഡ് മൈൻ. ഒരു ബിസിനസ് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസബിൾ ആക്കണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഫ്രാഞ്ചൈസ് ഗോൾഡ് മൈൻ. ഇംഗ്ലീഷ് ബുക്കാണ്. ദാറ്റ് വാസ് ബേസിക്കലി an Amazon bestseller. 2 വർഷമായി ഇപ്പോൾ എഴുതിയിട്ട്. 2024 ഈ ബുക്ക് ലോഞ്ച് ആയത്. ഒക്ടോബറിലാണ് ലോഞ്ച് ആയത്. ഓക്കെ, സോ 5 questions ഫ്രാഞ്ചൈസീസ് ആസ്ക്. ഞാൻ പറഞ്ഞ ടോപ്പിക് ഇതാണ്, നിങ്ങൾ ഫ്രാഞ്ചൈസ് റെഡി ആയോ എന്നാണ് എൻ്റെ ടോപ്പിക്. പക്ഷെ ഞാനത് തിരിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫ്രാഞ്ചൈസി നിങ്ങളോട് ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ കൃത്യമാണെങ്കിൽ
ഈ 5 ചോദ്യം കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനുള്ള നിങ്ങൾ ഉത്തരങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം ഫ്രാഞ്ചൈസിംഗിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. കാരണം സിൻസ് ഐ എം എ ഫ്രാഞ്ചൈസ് കൺസൾട്ടന്റ്, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കോൾസ് മെച്യൂർ ആവാത്ത ആൾക്കാർ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മെച്യൂർ ആവാത്ത ആൾക്കാരുടെ എക്സ്പാൻഷൻ റിക്വസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ആൻഡ് ഐ ഡയറക്ട്ലി സേ ദം നോ, ഓൺലി ബിക്കോസ് നോ, ഐ ഡു നോട്ട് വോണ്ട് ടു ഹേർട്ട് ദം. അവരത് അല്ലെങ്കിൽ അത് വല്ലാതെ ഫിനാൻഷ്യലി അവരെ ഹേർട്ട് ചെയ്യും. ഐ കം ടു ഇറ്റ്. സോ 5 ക്വസ്റ്റ്യൻസ് ആണ്. സോ ആസ് എൻ ഓണ്ടർപ്രണർ യു ക്യാൻ റൈറ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫായി ചോദിക്കാനുള്ള ഒരു സെഷൻ കൂടി ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ അവർ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ അതാണ്: ഹൂ ആർ യു, വാട്ട് ഡു യു ഡു, ക്യാൻ ഐ ഡു ഇറ്റ്, വാട്ട് ഇസ് ഇൻ ഇറ്റ് ഫോർ മീ, വാട്ട് ഇഫ് ഇറ്റ് ഡസൻ വർക്ക്. ഏത് ഓണ്ടർപ്രണർ, എൻ്റെ 16 വർഷത്തെ എൻ്റെ ഫ്രാഞ്ചൈസി ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവർ ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ യു ആർ ഗുഡ് ഇനഫ് ടു ഫ്രാഞ്ചൈസ്. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവില്ല, ദാറ്റ് ഇസ് ഓക്കെ, ബട്ട് യു ബിൽഡ് ഇറ്റ് ബിഫോർ യു ഫ്രാഞ്ചൈസ്, അല്ലെങ്കിൽ ദാറ്റ് കൻ ആക്ച്വലി ബാക്ക് ഫയർ യു. ആർ യു വിത്ത് മീ ഓൺ ദിസ്? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സർ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ, അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് പേഴ്സൺ കേട്ടോ, ദെൻ ക്ലോസ് ദി ഡോർ പ്ലീസ്. കാരണം അത് പിന്നെ അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. Okay, so just going back, so to become a franchisor, അതായത് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ സെല് ചെയ്യുന്നതിന് മുമ്പ് യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ആൻസർ ദീസ് 5 ക്വസ്റ്റ്യൻസ്. ഈ 5 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരാണ് എന്നല്ല, ദേ ആർ ആസ്കിങ് സംതിങ് എൽസ്. വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതല്ല, ബട്ട് അവർ ഇന്റന്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. നമ്മൾ അതിലേക്കാണ് പോകാൻ വേണ്ടി പോണേ. ക്ലിയർ? സോ ലെറ്റ് us go with ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ യു. അവർ ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവർ ആക്ച്വലി ചോദിക്കുന്നത് വൈ യു എന്നാണ്, ഞാൻ എന്ത് നിങ്ങളുടെ കൂടെ വരണമെന്നാണ്. അപ്പം നമ്മുടെ ഉത്തരം പറയുമ്പോൾ ഹൂ ഐ ആം എന്നല്ല പറയേണ്ടത്, വൈ യു ഷുഡ് ചൂസ് മീ എന്നുള്ളതായിരിക്കണം നമ്മൾ ആൻസർ. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, ബേസിക്കലി ഹൗ സ്പെഷ്യൽ യു ആർ എന്ന് നമുക്ക് കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ബേസിക് കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു സെക്കൻഡ്. സോ ഹൂ വി ആർ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഒബ്വിയസ്ലി ഫസ്റ്റ് പറയേണ്ടത് ബ്രാൻഡാണ്. ഇതിപ്പോൾ നമുക്ക് അറിയാം, ഐ ലവ് യു റസ്ന പറയാത്ത ആൾക്കാർ കുറവായിരിക്കും ചെറുപ്പത്തിൽ. നമ്മൾ എസ്പെഷ്യലി ഇവിടെ ഇരിക്കുന്ന ഏജ് ഗ്രൂപ്പിൽ ഒരു ഐ സി എ ലോട്ട് ഓഫ് ജെൻ എക്സ് ആൻഡ് ജെൻ വൈ പീപ്പിൾ ഹിയർ. സോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ റസ്ന ആക്ച്വലി ഈ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത്, വീണ്ടും അവർ ഇറങ്ങിയ സമയത്ത്, ദേ ആക്ച്വലി സ്റ്റാർട്ടഡ് ഔട്ട് വിത്ത് കഫേസ്. അവർ കഫേസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ആദ്യം ചെയ്തത് നമ്മുടെ രോഹിത് ശർമ്മേനെ കൂടെ കൂട്ടുക ചെയ്തത് ബ്രാൻഡിന്റെ അംബാസിഡർ ആക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഫേസ് വരുന്ന സമയത്ത് നമ്മൾ റസ്ന എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു സാധാരണ വെള്ളം കലക്കി കുടിക്കുന്ന ഒരു പൊടിയാണ്. അതിൽ നിന്ന് മാറി അവർ കെഫെ ആയ സമയത്ത് അവർ ആദ്യം ചെയ്ത് ഇച്ചക്ദാന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അതാണ് ഈ റസ്ന ഓൺ ചെയ്യുന്നത്. ഇച്ചക്ദാന ഓൺസ് എ ലോട്ട് ഓഫ് F&B ബ്രാൻഡ്സ്. അപ്പോൾ അതിൽ റസ്ന അവർ ടേക്കപ്പ് ചെയ്ത സമയത്ത് അവർ ആദ്യം ചെയ്തത് ഒരു ബ്രാൻഡ് അംബാസിഡർ വെച്ചതാണ്. പലപ്പോഴും പല ബ്രാൻഡുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ ആക്സെപ്റ്റൻസ് കിട്ടാത്തതില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാർ ബൈ ചെയ്യാൻ മടിക്കുന്നത് നിങ്ങൾ ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ്. സോ ബ്രാൻഡ് ഇസ് ആക്ച്വലി വൺ മേജർ തിങ് വിച്ച് ഇൻവെസ്റ്റേഴ്സ് ലുക്ക് ഇൻ ടു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ ബിസിനസ് സെല് ചെയ്യൽ അത്ര എളുപ്പമല്ല. കാരണം ഇൻവെസ്റ്റേഴ്സ് ആർ സ്മാർട്ട്, മോസ്റ്റ്ലി സ്മാർട്ടർ ദൻ അസ്. നമ്മളെക്കാൾ സ്മാർട്ടർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റേഴ്സ് ആയി മാറി. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും വളരെ ഡയറക്റ്റ് ആയിരിക്കും, വളരെ ബ്ലണ്ട് ആയിരിക്കും. അത് വളരെ പലപ്പോഴും റൂഡായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഓക്കെ ബിക്കോസ് ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി സജസ്റ്റ് ചെയ്യാറുണ്ട്, യു ടേക്ക് എനി ബ്രാൻഡ് അംബാസിഡർ. ആൾക്കാർക്ക് പരിചിതമായിട്ടില്ല, എസ്പെഷ്യലി നിങ്ങൾ ഏത് മാർക്കറ്റിലാണ് എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നത്, ആ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പരിചിതമായ ഫേസ് നിങ്ങളുടെ അംബാസിഡർ ആക്കി മാറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് റിയലി ഈസ് ഔട്ട് എ ലോട്ട് ഓഫ് യുവർ വർക്ക്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? എവിടെയെങ്കിലും ബ്രേക്ക് എടുക്കണമെങ്കിൽ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഡോണ്ട് ഈവൻ മൈൻഡ് ടു ആസ്ക് മീ, ക്യാൻ ഐ ആസ്ക്, ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ആസ്ക് ട്ടോ. ഒന്ന് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു, യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ്, യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് സ്പീക്ക് ട്ടോ. ഓക്കെ, നോ ഫോർമാലിറ്റീസ് ഹിയർ. രണ്ടാമത്, ബ്രാൻഡ് വേണ്ടത് ഫൗണ്ടറാണ്. വൈ യു എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഓൺസ് ദിസ് കമ്പനി? ബീങ് എ ഫ്രാഞ്ചൈസ് കൺസൾട്ടൻറ്റ്, ഞാൻ ആദ്യം നോക്കുക ഏതൊരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ്. കാരണം പൊതുവേ നമുക്ക് ഫൗണ്ടറിൻ്റെ ഒരു കൾച്ചറാണ് ഓർഗനൈസേഷൻ ഉണ്ടാവുക. യു അഗ്രി വിത്ത് ദിസ് അല്ലേ? ഒരു ഫൗണ്ടറിന്റെ കൾച്ചറാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫൗണ്ടറിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, ഹൗ ഡു ദേ സ്പീക്ക് ടു അസ്, ഹൗ ഫ്രണ്ട്ലി ആർ ദേ ടു അസ്, അറ്റ് ദ സെയിം ടൈം ഹൗ നോളജബിൾ ദേ ആർ. അവർക്ക് ആ ബിസിനസ് അറിയുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ബിസിനസ് അറിയാത്ത ആൾക്കാരാണ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബീങ് എ ഫൗണ്ടർ, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് സം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഡൊമൈൻ. നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ ടീം. ഇതിന്റെ ഫൗണ്ടിങ് ടീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയിരിക്കണം. കാരണം ബീങ് എൻ ഇൻവെസ്റ്റർ ഞാൻ നോക്കുന്നത്, ഇൻ കേസ്
സംതിങ് ഹാപ്പൻസ്, ഡു ഐ ഗെറ്റ് എ ബാക്കപ്പ്? പണി അറിയുന്ന ആൾക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്. സോ ദ ഫൗണ്ടർ ആൻഡ് ദ ടീം, സോ മേക്ക് ഷുവർ you or your say top management has the subject matter expertise. And then comes your financial and social account. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അപ്പോൾ റീസെൻ്റ്ലി ഐ വാസ് പിച്ചിങ് ഫോർ എൻ എഡ്യൂക്കേഷൻ ബ്രാൻഡ്. അപ്പോൾ അതിൽ ഞാൻ ഇൻവെസ്റ്ററോട് ഫസ്റ്റ് മീറ്റിംഗ് വന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: ലുക്ക്, ദിസ് കമ്പനി ഷോസ് എ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്പേഴ്സ് ആക്ച്വലി ക്യാഷ് പോസിറ്റീവ് കമ്പനിയാണ്, പ്ലസ് ഇറ്റ് ഓൾസോ ഷോസ് 180 crores ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫ്രം ഇന്ന ആൾക്കാർ. ഞാൻ ആക്ച്വലി ഷോക്ക്ഡ് ആയി, കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഹി വാസ് ആക്ച്വലി ഇൻ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ടോപ്പ് ഷോട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽസ്, എസ്പെഷ്യലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, ഇറ്റ്സ് ഓൾ ഓപ്പൺ ഫോർ പബ്ലിക്. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ക്ലീൻ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ആൻഡ് എ സോഷ്യൽ ഡോക്യുമെന്റ് വിച്ച് ഇസ് ബേസിക്കലി സോഷ്യൽ അക്കൗണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, whatever account that you have, make sure that people are following, customers are following this. ഇതിൽ നിങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ദേ പ്രിഫർ നോട്ട് ടു ഗോ വിത്ത് സച്ച് എംപ്ലോയേഴ്സ് ഓർ സച്ച് ബ്രാൻഡ്സ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? യെസ് യെസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഓക്കെ, യാ, ഐ എം ജസ്റ്റ് ഗോയിങ് അഹെഡ് ബിലീവിംഗ് ദാറ്റ് യു ആർ വിത്ത് മീ. ഇനി ആരും അലൗ ചെയ്യേണ്ട കേട്ടോ, അവർക്കത് ഫസ്റ്റ് കാര്യങ്ങൾ മിസ്സായതുകൊണ്ട് ദേ മേ മിസ് ഇറ്റ്. ഓക്കെ, സോ ഗോയിങ് അഹെഡ്, വെബ്സൈറ്റ്. പലപ്പോഴും നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ക്രെഡിബിലിറ്റി ആൾക്കാർ മെഷർ ചെയ്യുന്നത് ആ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. ദിസ് ഇസ് വൺ ഓഫ് മൈ ക്ലയൻസ് ഹൂം ഐ വാസ് ആക്ച്വലി കൺസൾട്ടിങ് ഫോർ. അവരുടെ വെബ്സൈറ്റ് വളരെ നോർമൽ വെബ്സൈറ്റ് ആയിരുന്നു, ആൻഡ് ദേ വർ ലുക്കിംഗ് ടു ഫ്രാഞ്ചൈസിങ് ഇൻ ടു ലൈക്ക് യൂറോപ്യൻ കൺട്രീസാണ് ഫ്രാഞ്ചൈസി നോക്കിയത്. യൂറോപ്യനും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്കും. മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയ അതുകൊണ്ട് വി ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി നല്ല രസമുള്ളൊരു വെബ്സൈറ്റ് ആണ്. അതിൻ്റെ പേര് ലണ്ടൻ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്, ഇഫ് യു സെർച്ച് ഇറ്റ്, ഇപ്പം കുറച്ചുകൂടി ഒരു പ്രീമിയം ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നു ഇന്റർനാഷണൽ ക്ലയൻസിന് വേണ്ടിയിട്ട്. കാരണം ദിസ് ഇസ് ബേസിക്കലി യുവർ ഫേസ് ആസ് എൻ ഓണ്ടർപ്രണർ. നിങ്ങളുടെ ഒരു ഫേസ് ആണ് നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞത്. സോ പ്ലീസ് ഡു സ്പെൻഡ് മണി ഓൺ ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിംഗ് ദിസ് ടു സമൺ ഹു നോസ് ദി ബിസിനസ്. കുറച്ച് കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രാഞ്ചൈസി വിത്ത് ദീപ് എന്ന വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് 5000 രൂപ കൊടുത്ത വെബ്സൈറ്റ് കിട്ടും, ബട്ട് ഐ എം ഗിവിംഗ് ക്ലോസ് ടു 50,000 rupees ഫോർ ദ വെബ്സൈറ്റ് അലോൺ. കാരണം നമ്മളെ കാണുന്ന ആൾക്കാർ നമ്മുടെ വാല്യൂ ഫീൽ ചെയ്തത് നമ്മുടെ വെബ്സൈറ്റ് കണ്ടിട്ടാണ്. സോ ഡു സ്പെൻഡ് ഓൺ ദിസ് ആൻഡ് കീപ് ഇറ്റ് വെരി സോഷ്യൽ മീഡിയ ഫ്രണ്ട്ലി. അതേപോലെ പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ വെക്കുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, പിന്നെ സ്റ്റോറി. ഓൾവേസ് പീപ്പിൾ റിമെമ്പർ സ്റ്റോറീസ്. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ട്, വാട്ട് ഇസ് യുവർ സ്റ്റോറി എന്നുള്ളത്, സ്റ്റോറി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൾക്കാർ, നമ്മളൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർക്ക് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ സ്റ്റോറി വിച്ച് ഇസ് ജെനുവിൻ. നിങ്ങളായിട്ട് കണക്ട് ആയിട്ട് ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കണം. സ്റ്റോറീസ് ആണ് പെട്ടെന്ന് നമ്മളെ റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. സോ വാട്ട് ഇസ് യുവർ സ്റ്റോറി എന്നുള്ളതാണ് ഇത്. ഫോർ എക്സാമ്പിൾ പെപ്പർ ഫ്രൈ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ദാറ്റ് ഇസ് വൺ ബ്രാൻഡ് വിച്ച് ഐ കൺസൾട്ട് ഫോർ. ഐ സെൽ ദെയർ ബ്രാൻഡ്. അവർ പറയുന്നത് ഇത് ഒതൻറ്റിക് ആയിരിക്കണം, ഒരു ഇന്ത്യൻ സാധനമായിരിക്കണം, ഒതൻറ്റിക് ആയിരിക്കണം. അപ്പോൾ ഇയാൾ ആക്ച്വലി ഇയാൾക്ക് ബേസിക്കലി ഷെഫ്, കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സെഡ് ബേസിക്കലി നമ്മൾ ഈ വെളിച്ചെണ്ണ എണ്ണേൻ്റെ അകത്തേക്ക് ഈ പെപ്പർ ഇടുമ്പോൾ ഒരു സ്മെല്ല് വരും, ഒതൻറ്റിക് ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം സ്റ്റോറി പറയുന്നത്. ബട്ട് വാട്ട് ഇസ് യുവർ സ്റ്റോറി? ആ സ്റ്റോറിയിലാണ് നോർമലി ഇൻവെസ്റ്റേഴ്സ് കണക്ട് ആവുക. സോ ഹാവ് എ സ്റ്റോറി ഫോർ യുവർ സെൽഫ് ആൻഡ് ടീച്ച് യുവർ പീപ്പിൾ ടു ടെൽ ദ സ്റ്റോറി. ഓക്കെ, സോ ആൻഡ് ഓൾവേസ് ലൈക്ക് യു നീഡ് സംതിങ് കോൾഡ് USP, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. ഒരുപാട് ആൾക്കാർ സോഡയൊക്കെ സെല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എസ്പെഷ്യലി ഗോലി സോഡ സെല് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെ വാട്ട് ഐ ഫൗണ്ട് ഇസ് ബേസിക്കലി എ കമ്പനി, കാസർഗോഡിലുള്ള കമ്പനിയാണ്. അവർ ചെയ്തേക്കുന്നത് ഈ മെഷീൻ്റെ അകത്ത് തന്നെ ദേ ഹാവ് പുട്ട് എ കൗണ്ട്. അതേപോലെ അതിനകത്ത് ഒരു 1, 2, 3 ഫ്ലേവേഴ്സ് ഉണ്ട് വിച്ച് അവർ പറഞ്ഞ നോ വൺ ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ദീസ് ഫ്ലേവേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യു ഷുഡ് ഹാവ് യുവർ ഓൺ USPs. അപ്പോൾ വേറൊരു ബിസിനസ് യൂക്ലീൻ എന്ന് പറഞ്ഞ ബിസിനസ്സാണ്. അവരിപ്പോൾ കാസർഗോഡ് മംഗലാപുരം എക്സ്പാൻഷൻ നോക്കുന്ന ഒരു ബ്രാൻഡാണ്. അവർ പറയുന്ന USP എന്താണെന്ന് വെച്ചാൽ അവർ തരുന്ന മെഷീൻസ്, ക്ലീനിങ് മെഷീൻസിനെല്ലാം ഒരു 1 year റീപ്ലേസ്മെന്റ് വാറണ്ടി പ്ലസ് 3 years എന്ത് സർവീസ് ഉണ്ടെങ്കിൽ തരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ക്ലീനിങ് ബിസിനസ്സിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസിനാണ്. അതിന് അവർ എന്ത് ചെയ്തു? ദേ ഹാവ് കെപ്റ്റ് സംതിങ് യുണീക് ഫോർ ദം. മറ്റൊരു ബിസിനസ് KC ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ബിസിനസ് ആണ്. അവർ പറഞ്ഞിട്ട് AI ബേസ്ഡ് ആയിട്ടുള്ള LMS ആണ് വിത്ത് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. എഷ്യൂറൻസ് പറഞ്ഞ 3 interviews ആണ്. എഷ്യൂർഡ് 3 interviews വിത്ത് മിനിമം സാലറി ഓഫ് 4 lakh rupees. സോ വാട്ട് ഇസ് യുവർ USP? നിങ്ങളെ USP എന്താണ്? ഓക്കെ, ഇതാണ് നോർമലി ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ പിച്ച് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ഷുഡ് ബി യുവർ സീബ്ര എലിഫന്റ്. സോ ഹൂ ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് വന്നു? ഫസ്റ്റ് ബ്രാൻഡ് വന്നു, യുവർ സോഷ്യൽ അക്കൗണ്ട്, യുവർ ഫിനാൻഷ്യൽ അക്കൗണ്ട്, യുവർ വെബ്സൈറ്റ്, യുവർ ബ്രാൻഡ് അംബാസിഡർ,
ഇത്രയും കാര്യങ്ങൾ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് യുവർ USP, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. വൈ യു എന്നുള്ളതിന് ആൻസർ ആണ് നമ്മൾ ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? Yes. Friends, Okay. is it clear? Great. Yeah. Yeah, great. So the second question is basically what do you do? ഇതും എത്ര എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ യു ദ സ്ലൈഡ്. വാട്ട് ഡു യു ഡു എന്ന് പറയുമ്പോൾ ഹൗ ആർ യു മേക്കിംഗ് മണി എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലുപരി നിങ്ങൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണത് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഏറ്റവും ഈസി ആയിട്ട് ആ ബിസിനസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, കേട്ടിട്ടുണ്ടാവും ഗോൾഡ് സ്റ്റാർ, നേപ്പാൾ ബേസ്ഡ് ബ്രാൻഡാണ്, 50 years ആയിട്ടുള്ള കമ്പനിയാണ്. അവർ ഒരു പോസ്റ്ററിൻ്റെ അകത്ത് അവരുടെ ജാതകം കംപ്ലീറ്റ് നീക്കാണ്. യു ക്യാൻ സി ദ എൻറ്റയർ ഹോറോസ്കോപ്പ് ഇൻ ദിസ് ബിസിനസ്. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ബ്രാൻഡ് നമുക്ക് പരിചയമുണ്ട്. അവർ പറയുന്നുണ്ട് ബിസിനസ് നേപ്പാളിൻ്റെ എലൈറ്റ് ഷൂസ് ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണത്. 50 വർഷമായിട്ടുള്ള കമ്പനിയാണ്. 75,000 pairs ആണ് ഒരു ദിവസം അവർ സെല് ചെയ്യണത്. 74 ഷോറൂംസ് ഉണ്ട്, 4000 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് 500 square feet ആണ്. ഇൻവെസ്റ്റ്മെന്റ് 16 lakhs. പേ ബാക്ക് പീരീഡ് 12 to 14 months. ഇതേപോലെ നിങ്ങളുടെ ബിസിനസ് ഒരു സ്ക്രീൻഷോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു എക്സ്പ്ലെയിൻ ഹൗ ആർ യു മേക്കിംഗ് മണി. ഓക്കെ. സെക്കൻഡ്ലി, എത്ര സമയം കൊണ്ടാണ് നിങ്ങൾക്കത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്ന ഒരു സ്കോപ്പാണ്. വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് ദിസ് ബിസിനസ്? അപ്പോൾ നോർമലി ബിസിനസ്സുകൾക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ 18 months. 18 മാസത്തിൽ കൂടുതൽ ROI എടുക്കുന്ന ബിസിനസ്സുകൾ പൊതുവെ എൻ്റെ എക്സ്പീരിയൻസിൽ ആൾക്കാർ ഒരു ആസ്പിറേഷണൽ ബ്രാൻഡായിട്ട് കാണുന്നില്ല. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് ഷുവർ. ഇപ്പോൾ ബിസിനസ്സുകൾ 3 മാസം ROI പറഞ്ഞ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ബട്ട് അതൊന്നും സത്യമല്ലെങ്കിൽ ഇത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഐ ഹാവ് ഓൾസോ സീൻ ബിസിനസ് ഹു ആർ സേയിങ് 6 years, 6 വർഷമൊക്കെ എടുത്ത് പറഞ്ഞു. എസ്പെഷ്യലി സ്കൂൾസ്, അതേപോലെ ജ്വല്ലറി ബ്രാൻഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ സേ വെരി കൂളായിട്ട് അവർ പറയാറുള്ളത് ഇറ്റ് ടേക്സ് 4 to 6 years എന്ന് പറയാറുണ്ട്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയാവുന്നത് റെയ്മണ്ടിൻ്റെ ഷോറൂമാണ്. റെയ്മണ്ടിൻ്റെ എത്നിക് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്, എത്നിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. അവർ പറയുന്നത് ഇറ്റ് ടേക്സ് 4 years ഫോർ യു ടു റീച്ച് ദി ROI എന്നാണ്. അപ്പോൾ ആസ്പിറേഷണൽ ബ്രാൻഡ് ആകുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. അല്ലാത്ത ബ്രാൻഡാണെങ്കിൽ നോർമലി ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ROI ലെസർ ദാൻ 18 months. ഓക്കെ. ROI ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ROI അറിയാത്തവരുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നേ. എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ഇഫ് യു നീഡ് എക്സ്പ്ലനേഷൻ പ്ലീസ് ഡു ആസ്ക്. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ് തരാമോ? കൻ യു ഗിവ് മീ തംസ് അപ്പ് പ്ലീസ്? ഹലോ, തംസ് അപ്പ് കേൾക്കുന്നുണ്ട്? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? Yes. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തംസ് അപ്പ് വേണം, എങ്കിലും എനിക്ക് മുന്നോട്ട് പോകാവൂ. മറ്റേ നിങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? കൻ യു ഗിവ് മീ തംസ് അപ്പ് പ്ലീസ് ഫ്രണ്ട്സ്? സനു, ബൈജു, ദിനകർ, ആൽബിൻ, നൗഷാദ്. Okay, thank you. Yeah, great. So going ahead. So മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്രെഡിബിലിറ്റി. സോ വാട്ട് ഡു യു ഡു, അല്ലെങ്കിൽ ഹൗ വെൽ യു ഡു ഇറ്റ് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് പൊതുവെ ഞാനിതിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദിസ് ഇസ് ബേസിക്കലി ഫോർ ആക്ഷൻ കോച്ച് ആണെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, ആക്ഷൻ. ഇതിൽ അവരുടെ നേടിയ അവാർഡുകളാണ് ഇതെല്ലാം. നോർമലി അവാർഡ്സ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂട്ടുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ പണി നന്നായി ചെയ്യാൻ അറിയാമെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് ആക്ച്വലി നിങ്ങളുടെ അവാർഡ്സ് ആൻഡ് ക്രെഡിബിലിറ്റീസ്. ഹാവ് മാക്സിമം ക്രെഡിബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ബ്രാൻഡാണ് ഡൈസ് ഗ്ലോബൽ. സോ വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് ബ്രാൻഡ്, വാട്ട് ഐ ഡിഡ് ഇസ് ബേസിക്കലി അസോസിയേറ്റഡ് വിത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് IT കമ്പനീസ് ഇൻ കൊച്ചിൻ. ഡാറ്റാമേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 30 വർഷമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ, ടൈംസ് ഓഫ് ഇന്ത്യനെ പോലെ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ ആണ് ഞാൻ ആക്ച്വലി അക്കാഡമിക്സിലേക്ക് കൊണ്ടുവന്നത്. ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ദ മൊമെന്റ് ഐ ഗെറ്റ് ഇൻ ടു മാർക്കറ്റ്, ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഞാൻ നിങ്ങളുടെ HIS എടുക്കുന്നത്, എന്തിനാണ് നിങ്ങളെ ഹോസ്പിറ്റൽ ERP, ഒരുപാട് ഹോസ്പിറ്റൽ ERP ഉണ്ടല്ലോ. അവിടെ നമ്മൾ പറയുന്ന പോയിന്റ് ആണ്, ലുക്ക്, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ERP എന്ന് പറയുന്നത് ഏകദേശം 200ഓളം ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ലിസി, ലേക്ക് ഷോർ അടക്കമുള്ള ഹോസ്പിറ്റൽസ്, പ്ലസ് 8 മെഡിക്കൽ കോളേജ് യൂസ് ചെയ്യുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ 2024 ഏറ്റവും ബെസ്റ്റ് HIS ആയിരുന്നു. ഈ സെയിം സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോണേ. ദാറ്റ് ക്രെഡിബിലിറ്റി ബ്രിങ്സ് മീ ബിസിനസ്. ഒരു ഫ്രഷ് സോഫ്റ്റ്വെയർ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു പ്രീമിയം പ്രൈസിങ് എടുക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇതൊരു വലിയ ക്രെഡിബിൾ ഫാക്ടറാണ്. ആൻഡ് ദീസ് ആർ നോട്ട് വെരി ഡിഫിക്കൾട്ട്. ഇതൊന്നും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ല 1-2 അവാർഡ് കിട്ടുക എന്നുള്ളത്. ആൻഡ് യു നോ ഹൗ ടു ഗെറ്റ് ഇറ്റ്. ഒന്ന് നന്നായി പെർഫോം ചെയ്യുക, പ്ലസ് ഓൾസോ ഹാവ് കണക്ട്സ് ഹു ക്യാൻ ഗെറ്റ് യു ദീസ് തിങ്സ്. ക്രെഡിബിലിറ്റി ഈസ് എ ബിഗ് ഫാക്ടർ. ആൻഡ് ദെൻ ഷോ മീ ദ റിസൾട്ട്. നിങ്ങൾ ചെയ്യണതിൻ്റെ
ഇപ്പം എൻ്റെ ബിസിനസ് ഐ എം സെല്ലിങ് ടു യു. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് ഹാപ്പി ആവും. ബിസിനസ് ടു കസ്റ്റമർ ആണല്ലോ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് എന്താ? അവിടെ നിങ്ങൾക്ക് യു ഷുഡ് ഹാവ് ഡാറ്റ സെയിങ് ദറ്റ് ലുക്ക് എൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫേസ് ബൈൻ്റെ കേസിൽ ഹീസ് ഗിവിങ് പ്രീമിയം കോസ്മെറ്റിക്സ്. അപ്പോൾ പ്രീമിയം കോസ്മെറ്റിക്സിൻ്റെ ഫീഡ്ബാക്സ്, കസ്റ്റമർ ഫീഡ്ബാക്സ് പലപ്പോഴും ഓണ്ടർപ്രണേഴ്സിനെ ഇത് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട്. കാരണം ഇവരുടെ കസ്റ്റമർ ഹാപ്പിയാണ്, ഒബ്വിയസ്ലി എൻ്റെ കസ്റ്റമർ ഹാപ്പി ആവുമല്ലോ. സോ എൻഡ് യൂസറിൻ്റെ ഹാപ്പിനെസ് ഇസ് ഓൾവേസ് ദാറ്റ് കൗണ്ട്സ്. അപ്പോൾ ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ഇപ്പോൾ റീസെൻ്റ്ലി 3 o'clock എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഇൻഡോനേഷ്യൻ ബ്രാൻഡ്. അതേപോലെ സ്റ്റെല്ല റോസ എന്നൊരു ഓസ്ട്രേലിയൻ കോഫി ബ്രാൻഡ് റിലീസ് ആയിട്ടുണ്ട്. അവർ കാണിക്കുന്നത് മുഴുവനും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സും ടെസ്റ്റിമോണിയൽസും പലപ്പോഴും നിങ്ങൾക്ക് ട്രസ്റ്റ് വാങ്ങിച്ചിരും. ഓക്കെ, ഇപ്പം അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂരുള്ള ജലീൽക്ക. അപ്പോൾ അദ്ദേഹം വിയ ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രാൻഡാണ് ചെയ്തേക്കുന്നത്. പ്രീമിയം ചോക്ലേറ്റ് ബ്രാൻഡ്, പക്ഷെ അത് മെഡിക്കേറ്റഡ് ചോക്ലേറ്റ് ബ്രാൻഡാണ്. ആയുർവേദത്തിലുള്ള രക്തം കൂടാനുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ മുഴുവനും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് ആണ്. എൻ്റെ ഹിമോഗ്ലോബിൻ ഇത്രയായിരുന്നു, അപ്പം ഇത്രയായി, ഐ എം സോ ഹാപ്പി. ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന കുറേ ടെസ്റ്റിമോണിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഹാവ് കസ്റ്റമർ ടെസ്റ്റിമോണി സോ ദാറ്റ് യുവർ ഫ്രാഞ്ചൈസീസ് would know that they are in a safe hand. Clear? Friends, clear? Yes. Yes. Okay, great. Super. Third question is basically, can I do it? Okay, നിങ്ങൾ അടിപൊളിയായി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അടിപൊളിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിത് ചെയ്യാൻ അറിയാം. ബിക്കോസ് മേ ബി ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ദിസ്. ഹൗ ഈസി ഇറ്റ് ഇസ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇസ് ദിസ് ഫോർ മീ? ക്യാൻ ഐ ഡു ദിസ് എന്നാണ് ചോദ്യം. ഇതിനാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഓപ്പറേഷണൽ, ഫിനാൻഷ്യൽ ഫിറ്റ്, ഞങ്ങൾ SMOF എന്നാണ് പറയാറുള്ളത്. അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യത്തെ നിങ്ങളെ 10-15 കസ്റ്റമേഴ്സാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. സോ നമ്മൾ നോർമലി ആസ് എ കൺസൾട്ടൻറ്റ് നോർമലി ദീസ് ആർ ദ 4 things വിച്ച് ഐ ലുക്ക്. ഒന്ന് സ്ട്രാറ്റജിക് ഫിറ്റ്, അവരുടെ സ്ട്രാറ്റജിക്കലി ഇത് അവർക്ക് പറ്റിയ സാധനമാണോ, ഇൻ ദ സെൻസ് അവരുടെ ഇൻട്രസ്റ്റ് മേഖലയാണോ, അവരുടെ വിഷനും നമ്മുടെ വിഷനും തമ്മിൽ യോജിച്ച് പോകുന്നുണ്ടോ. റീസെൻ്റ്ലി നടന്നൊരു ഇൻസ്റ്റൻസ്, ഞാനൊരു എഡ്യൂക്കേഷൻ ഫ്രാഞ്ചൈസിൻ്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസി എടുത്തു കൊടുത്തു. പക്ഷെ അവരുടെ പ്രശ്നം, അവർക്ക് ഒരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ബ്യൂട്ടിഫുള്ളി നടത്തുന്നു, പക്ഷേ ടീമിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. ഇതൊരു സ്ട്രാറ്റജിക് ഫിറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് സംഭവിച്ചു. പിന്നെ എന്താ വെച്ചാൽ ദേ ടുക്ക് എ ഗുഡ് മാനേജർ. അവർ ഈ നെറ്റ്വർക്ക് മാനേജ് ചെയ്ത് പരിചയമുള്ള ഒരു മാനേജർ എടുത്തതിന് ശേഷമാണ് അവരുടെ പ്രോബ്ലംസ് സോൾവ് ആയത്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജിക് ഫിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഇസ് മാർക്കറ്റ് ഫിറ്റ്. നിങ്ങൾ ഈ കൊടുക്കുന്ന സാധനം കറക്റ്റ് മാർക്കറ്റിനുള്ളതാണോ. ഈ ജെറിൽക്കൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വിയാച്ചോക്ക് പറയുവാണെങ്കിൽ, അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും അതൊരു ബീച്ച് സൈഡുള്ള ഒരു ബിസിനസ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ബോട്ടിക്കിൻ്റെ അകത്തായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാരണം കുറച്ചൊരു ഹൈ ക്ലാസ് ആയിട്ടുള്ള ലേഡീസ് ആണ് ഇവരുടെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് ഫിറ്റ് ആയിട്ട്. ഇപ്പോൾ ഷോപ്പ് ഇൻ ഷോപ്പാണ്. അതേപോലെ ഈ വയനാട് പോലുള്ള ഹിൽ സ്റ്റേഷൻസ്, അവിടെ ചോക്ലേറ്റിന് അവിടെ ഷോപ്പ് ഇൻ ഷോപ്പ് ആക്കി വെച്ചാൽ കുറച്ചുകൂടി പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ പ്രീമിയം റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഹോട്ടൽസ്, അവിടെയൊക്കെയാണ് അവർ ഉദ്ദേശം. അപ്പോൾ ഇത് മാർക്കറ്റ് ഫിറ്റ് ആണ്. കറക്റ്റ് മാർക്കറ്റ് അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ഫ്രാഞ്ചൈസികൾ ഫെയിൽ ആവും. ഈ ഫെയിലിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീങ് എ ഫ്രാഞ്ചൈസ് കൺസൾട്ടൻറ്റ് ഞാൻ എല്ലാവരും പറയാറുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ 2-3 ഫ്രാഞ്ചൈസി കാണാൻ പോകാനാണ് പറയാം. ലെറ്റ് ദം ഗോ ആൻഡ് സീ ഇറ്റ് ആൻഡ് ലെറ്റ് ദം ഗെയിൻ കോൺഫിഡൻസ് എന്നാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങളെ ഫ്രാഞ്ചൈസി നെഗറ്റീവ് പറയുവാണെങ്കിൽ അപ്പോൾ തന്നെ അവർ ഡ്രോപ്പ് ആയി പോകും. അതുകൊണ്ട് ആദ്യത്തെ ഒരു 10 ഫ്രാഞ്ചൈസികളെ നിങ്ങളെ സ്വന്തം മക്കളെ നോക്കുന്ന പോലെ നോക്കി അവരെ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് ആസ് എ ബ്രാൻഡ് ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിക് ഫിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റ് ഫിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്പറേഷണൽ ഫിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒരു വലിയ ആസ്പെക്റ്റ് ആണ്. കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു ഓണ്ടർപ്രണർ ആണ്, പേര് ഞാൻ പറയുന്നില്ല, നോൺ പേഴ്സൺ. അദ്ദേഹം ഈ വാണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ഓപ്പറേഷനിൽ ഒന്നിലും ഇൻവോൾവ് ചെയ്യില്ല. അദ്ദേഹത്തിന് അതൊന്നും പക്ഷെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഹി വാസ് ഷട്ടിലിംഗ് ബിറ്റ്വീൻ കൊച്ചിൻ ആൻഡ് ദുബായ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അൾട്ടിമേറ്റ്ലി ഓപ്പറേഷൻ നോക്കാൻ കേപ്പബിൾ അല്ലാത്തത് കൊണ്ട് ആ ഓർഗനൈസേഷൻ ഫെയിലായി. ഞാൻ ഫെയിലിയർ സ്റ്റോറി പറയുന്നത് എല്ലാം സക്സസ്ഫുൾ അല്ല എന്നുകൂടി പറഞ്ഞു തരാനാണ്. എല്ലാ ഫ്രാഞ്ചൈസിയും സക്സസ്ഫുൾ അല്ല, പക്ഷേ സക്സസ് റേറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ ആണ് എന്നുള്ളത് മാത്രം. ആൻഡ് ലാസ്റ്റ് ഇസ് ഫിനാൻഷ്യൽ ഫിറ്റ്. ഈ ഫിനാൻഷ്യൽ ഫിറ്റില്ലാത്ത എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ദേ കീപ്പ് ഓൺ അനോയിങ് യു. പൈസ ഇല്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഷൻ ഇത് വല്ലാതെ ബാധിക്കും. അപ്പം നമ്മൾ പറയാറുള്ളത്, ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ടോട്ടൽ കേപ്പക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ കേപ്പക്സ് പ്ലസ് 6 മാസത്തെ ഓപ്പെക്സ് ആണ്. 6 മാസമെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ പെന്നി അവിടെ നിന്ന് വരുമാനം വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി വേണമെന്നുള്ളതാണ് ഫസ്റ്റ് ചെക്ക്. ഈ 4 SMOF നോക്കാതെ ഫ്രാഞ്ചൈസികൾ കൊടുക്കരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ഫ്രാഞ്ചൈസി പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഇസ് ദിസ് ഫോർ മീ എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് എനിക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് ആണോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ, അല്ലെങ്കിൽ
എന്താ പറയുക, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ യോജിച്ച് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഓക്കെ, SMOഫിൻ്റെ അകത്ത്. പിന്നെ വരുന്നത് സപ്പോർട്ട് സിസ്റ്റമാണ്. ഫ്രാഞ്ചൈസി ഒരാൾ എടുക്കാനുള്ള റീസൺ തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പേടിയുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ബുദ്ധിമുട്ടാവും. എസ്പെഷ്യലി പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം ബിസിനസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, വർക്കിംഗ് പ്രൊഫഷണൽസ്. അവർക്ക് ചിലപ്പോൾ ഇത്രയും സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് എക്സ്പെർട്ടീസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരുടെ ഫ്രാഞ്ചൈസർ അവരെ ഗൈഡ് ചെയ്യാൻ കാലിബറുള്ള ആൾക്കാരാണോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ സപ്പോർട്ട് സിസ്റ്റം മസ്റ്റ് ബി ദെയർ. ഫോർ എക്സാമ്പിൾ, ഇതിൽ ഈ ഒരു സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവുക എൻ്റെ CFO ഇന്ന ആളാണ്, എൻ്റെ CEO ഇന്ന ആളാണ്, നിങ്ങളുടെ നാട്ടിലെ ASM ഏരിയ സപ്പോർട്ട് മാനേജർ എന്ന് പറഞ്ഞ ഇന്ന ആളാണ്, അവർ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അദ്ദേഹത്തിന് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ 12 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്, എൻ്റെ ടീമിൽ 8 പേരുണ്ട്, 8 പേര് ഇന്ന ഏരിയയിൽ എക്സ്പെർട്ടീസ് ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഓക്കെ ഗുഡ്, ഐ ആം ബാക്ക്ഡ് അപ്പ്, എനിക്കൊരു വീഴുവാണെങ്കിൽ സേഫ്റ്റി നെറ്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് ഇസ് ബേസിക്കലി ക്യാൻ ഐ ഡു ഇറ്റ്. പിന്നെ ചോദിക്കുന്നത് വാട്ട് ഇസ് ഇൻ ഇറ്റ് ഫോർ മീ. ബിസിനസ് ചെയ്യണത് 100% ആൾക്കാർക്ക് ഫണ്ടിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് വളരെ സേഫ് ആക്കി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ക്വസ്റ്റ്യൻ ഇതാണ്, ലൈക്ക് വാട്ട് ഇസ് ഇറ്റ് ഫോർ മീ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇതേപോലെ ഒരു ലോണ്ടറി ബിസിനസ് ഞാനൊക്കെ സജസ്റ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ലുക്ക്, എനിക്ക് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയ 3 ലക്ഷം റുപ്യ ഉണ്ടാക്കണം. ഐ എം റെഡി ടു ഇൻവെസ്റ്റ് 30 to 40 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഒരു 3 lakhs മിനിമം എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. പക്ഷേ ഒരു ലോണ്ടറിന്റെ കേസിൽ സാധാരണഗതിയിൽ ഒരു 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 700 സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്കെ ആണെങ്കിൽ ഒരു 4 മെഷീൻ വെച്ച് റൺ ചെയ്യുവാണെങ്കിൽ മാക്സിമം ആയി നിങ്ങൾക്ക് ഒരു 1 lakh 1.2 lakhs കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടില്ല. ചില ബിസിനസ്സിനൊക്കെ അങ്ങനെയാണ്, ദർ ഇസ് എ ഗ്ലാസ് സീലിംഗ്. അതിൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ROI വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽസ് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്ന് ഒരു നോയ്സ് വരുന്നുണ്ടോ ഒന്ന് കൺട്രോൾ ചെയ്യണേ സൗണ്ട്. അമിത, ഓക്കെ, താങ്ക് യു. സോ ഹൗ മച്ച് ക്യാൻ ഐ മേക്ക് ഇൻ ഫിനാൻഷ്യൽസ്? ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഓക്കെ, ഞാനത് മ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇറ്റ്സ് കോൾഡ് ROI ഡോക്യുമെന്റ് ഓർ എ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്. ഇപ്പോൾ ഇത് ഏതിൻ്റെ ഞാൻ ഓർക്കുന്നില്ല. ഇതിനകത്ത് അവർ പറയുന്നത് ഓക്കെ, ഇത് NIA എന്ന് പറഞ്ഞ സ്ഥാപനം, നെറ്റ്വർക്ക് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞുള്ള ഒരു UK ബേസ്ഡ് ഓർഗനൈസേഷനാണ്. BNIന്റെ സിമിലർ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ പറയുകയാണ് ഇയർ 1 നിങ്ങൾക്ക് ഇത്ര എൻറോൾമെന്റ്സ് ആണ് ഉണ്ടാവുക, ഇത്ര എൻറോൾമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഇത്ര ഫീസ് കിട്ടും, ടോട്ടൽ എക്സ്പെൻസ് ഇത്രയാണ്, ടോട്ടൽ റവന്യൂ ഇത്രയാണ്, ഇത് ബേസ് ചെയ്ത് നിങ്ങളുടെ ROI ഇത്രയാണ്. ഇത് ആക്ച്വലി കുറച്ചൊരു എക്സാജറേറ്റഡ് നമ്പേഴ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതേപോലെ ഒരു സിംഗിൾ ഷീറ്റിൻ്റെ അകത്ത് നിങ്ങളുടെ പ്ലസ് ആൻഡ് മൈനസുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ഇൻകം, നിങ്ങളെ എക്സ്പെൻസ്, ടോട്ടൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്, 5 year ഫോർകാസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷീറ്റിൽ കാണിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിയലിസ്റ്റിക് ആയിട്ട് കഴിയുന്നത് ഒരു 20% അപ്പുറം ആയാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹെഡേക്ക് ആവും. സോ ലെറ്റ് us ബി വെരി റിയലിസ്റ്റിക്. കാരണം സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി ആദ്യത്തെ 2-3 ഫ്രാഞ്ചൈസി പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരായിട്ട് റിലേഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ പ്ലീസ് ബി കെയർഫുൾ ഓൺ ദിസ്. ആൻഡ് ലാസ്റ്റ് ഇസ് ബേസിക്കലി വാട്ട് ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇതും വളരെ ക്രൂഷ്യലാണ്. ഇത് നമ്മൾ പലപ്പോഴും പറയാൻ പേടിക്കുന്നതെല്ലാം പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് പറയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി ചോദ്യം ഇതാണ്, വിൽ ഐ ഗോ ബാങ്ക്രപ്റ്റ്? ഞാനത് എനിക്ക് പണി കിട്ടുമോ എന്നാണ് ചോദ്യം. സോ എക്സിറ്റ് സ്ട്രാറ്റജി ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി കൂടി. ഫോർ എക്സാമ്പിൾ, ഒരാൾ നന്നല്ല, ദേ നോട്ട് ഡൂയിങ് ഗുഡ്, അവർക്ക് ഫോക്കസ് ഇല്ല. അങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാർ നമ്മൾ എങ്ങനെ പറഞ്ഞു വിടുമെന്നുള്ളത് കൂടി നമ്മൾ അഗ്രിമെന്റിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഡു വി എൻഡ് ദ റിലേഷൻ എന്ന് കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ ബിസിനസ് റിലേഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ക്യാൻ യു സെൽ ദിസ് ഫ്രാഞ്ചൈസി? ക്യാൻ ഐ ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ടു മൈ ഫാമിലി? ക്യാൻ ഐ ലിക്വിഡേറ്റ് മൈ ഫ്രാഞ്ചൈസി? നമ്മൾ തിരിച്ചെടുക്കുകയാണോ ചെയ്യുക, അല്ല നമുക്ക് വേറെ ഫ്രാഞ്ചൈസി ആയിട്ട് മേർജ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? എന്താണ് എക്സിറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് വളരെ ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ബേസിക് ലെവലിൽ സംസാരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം. അതേപോലെ ഫ്രാഞ്ചൈസിങ് ചെയ്യുന്നതിനുള്ള ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റേജസിൽ എടുത്ത് പറയാം. അൾട്ടിമേറ്റ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഞാൻ ആ പോയിന്റ് പറഞ്ഞതിന് മുൻപ് ഒരു പോയിന്റ് പറഞ്ഞു പോകുവാണ്. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ബിസിനസ് ആണ്. യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഓണ്ടർപ്രണേഴ്സ് ലൈക്ക് യു. നിങ്ങളെപ്പോലുള്ള ഓണ്ടർപ്രണേഴ്സിന് നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളെ കൂടുതലുള്ള ആൾക്കാർ, നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ബിൽഡിംഗ് പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഈസി, ഇറ്റ് ഇസ് എ മെസ്സി പ്രോസസ്. പക്ഷേ 3 years ഡൗൺ ദ ലൈൻ, 5 years ഡൗൺ ദ ലൈൻ, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കണ പോലെ
this will actually take care of you. And then you can say you have built a business. ഓക്കെ, സോ ബിസിനസിൻ്റെ ബേസിക് സ്റ്റേജസ് ഇതാണ്: സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, സർവൈവൽ, സ്റ്റെബിലിറ്റി, സക്സസ് ആൻഡ് സ്കെയിൽ അപ്പ്. ഇതിൻ്റെ അകത്ത് ആദ്യം നിങ്ങൾ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. നിങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ യാതൊരു കാരണവശാലും ഫ്രാഞ്ചൈസി കൊടുക്കരുത്. കാരണം യു ആർ എക്സ്പാൻഡിങ് യുവർ ഹെഡ് ഏക്ക്. സർവൈവൽ സ്റ്റേജിലും ചെയ്യരുത്, നിങ്ങൾ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ചെയ്യരുത്. പക്ഷേ സ്റ്റെബിലിറ്റി സ്റ്റേജ് എത്തുന്ന സ്റ്റേജ് മുതൽ നിങ്ങൾ ഫ്രാഞ്ചൈസിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ വരുമാനം നിശ്ചിതമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഒരു വലിയ നഷ്ടമില്ലാതെ നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോകാത്ത ലെവലിൽ മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, ആ സിറ്റുവേഷൻ മുതൽ നിങ്ങൾ ഫ്രാഞ്ചൈസിങ് ചിന്തിക്കേണ്ടതുണ്ട്. പല ബിസിനസ്സുകളും 20-30 വർഷമായിട്ടും സ്റ്റെബിലിറ്റിയിൽ മാത്രം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രമല്ല, ഒരാൾക്ക് കൂടി പണി കിട്ടാതിരിക്കാനാണ്. നിങ്ങൾക്ക് കിട്ടിയ പണികൾ അവർക്ക് കിട്ടാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി സ്റ്റേജ് എത്താതെ, സക്സസ് സ്റ്റേജിൽ എത്താതെ കഴിയുന്നതും ഫ്രാഞ്ചൈസി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 4 സ്റ്റേജും കടന്നു പോയതിനു ശേഷമാണ് സ്കെയിലപ്പ് സ്റ്റേജ്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത്, കൃത്യമായിട്ട് ഉള്ള റിസോഴ്സ് ചെക്ക് ചെയ്ത്, SOP അടക്കമുള്ള എല്ലാം ചെയ്തു വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഫ്രാഞ്ചൈസിങ്ങിനെ പോകാവൂ. അതാണ് ആക്ച്വൽ നിങ്ങൾക്കും നിങ്ങളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ ഓൾവേസ് സേസ് ദിസ്: നോട്ട് എവ്രി വൺ നീഡ് ടു സ്കെയിൽ അപ്പ് ഓർ എവ്രി വൺ ക്യാൻ സ്കെയിൽ അപ്പ്. ചില ബിസിനസ്സുകൾ ഒരിക്കലും സ്കെയിൽ അപ്പ് ചെയ്യാൻ സാധിക്കാത്ത ബിസിനസ്സുകളുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഐ എം നോട്ട് ഗിവിങ് എക്സാമ്പിൾസ്, ബട്ട് ഒരു ചെറിയ എക്സാമ്പിൾ വേണം പറയാം. കൊച്ചിയിൽ നിന്ന് എനിക്കൊന്ന് കടവന്ത്രയിൽ നിന്നാണ് കോൾ വന്നിരുന്നത്. ഹീസ് റണ്ണിങ് ദിസ് ബാറ്റർ ബിസിനസ്. എന്താ നമ്മളെ റുമാലി അല്ല, നമ്മുടെ ഷവർമ പൊതിഞ്ഞു കൊടുക്കുന്ന സാധനം എന്തായാലും പറയാം, കുബൂസ്. സോറി, മറക്കാൻ പാടില്ല. നമ്മുടെ ദേശീയ ഫുഡാണല്ലോ. അപ്പം കുബൂസിന്റെ ബാറ്റർ, അതിന്റെ ബേസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ പക്ഷെ അവർ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവർ ബ്രാൻഡല്ല, അവരുടെ പേരിലേക്ക് അവർ ഒരു ബ്രാൻഡിന് നെയിം ഉണ്ടാക്കിയിട്ടില്ല. അവർ നന്നായി സെല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചലഞ്ച്, അവർക്ക് ഓൾറെഡി ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. അവർക്കൊരു USP ഇതുവരെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ USP ഫൈൻഡ് ചെയ്യാത്ത ബിസിനസ് ആരാണ് അങ്ങനത്തെ ഫ്രാഞ്ചൈസി എടുക്കുക? സോ എവ്രി വൺ കനോട്ട് ഫ്രാഞ്ചൈസ്, എസ്പെഷ്യലി അവർ പ്ലാൻഡ് അല്ല, അവർക്ക് USP ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫ്രാഞ്ചൈസ്. ബിക്കോസ് ഐ ഹാവ് ടു സേ ദിസ്, അതർവൈസ് യു ലൂസ് എ ലോട്ട് ഓഫ് മണി. ഓക്കെ, സോ ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് എ മസ്റ്റ്. ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും യു ഷുഡ് തിങ്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ഡീപ്പർ ഇൻ ടു ഇറ്റ്, ബട്ട് ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആസ് എൻ ഓൺടർപ്രണർ. കാരണം നിങ്ങൾ ഇഫ് യു പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ഹാവ് ട്രബിൾ. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾ സ്കെയിലപ്പ് സക്സസ് സ്റ്റേജിന് എത്തിയ ശേഷം മാത്രമേ വേറൊരു ബിസിനസ് കുറിച്ച് ചിന്തിക്കാവൂ. നിങ്ങളിപ്പം സ്റ്റെബിലിറ്റി സ്റ്റേജ് എത്തിയിട്ടില്ല എങ്കിൽ വേറൊരു ഡൈവേഴ്സിഫിക്കേഷൻ പോകരുത്. പക്ഷേ ഇഫ് യു ആർ സ്റ്റേബിൾ ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ് യുവർ ബിസിനസ് കനോട്ട് ബി എക്സ്പാൻഡഡ്, ഓൾവേസ് തിങ്ക് ടു ഡൈവേഴ്സിഫൈ ഇൻ ടു ബിസിനസ്. ചെറിയൊരു എക്സാമ്പിൾ എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പോൾ ഈ ലോണ്ടറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ, അതിന് മുമ്പ് ഹി വാസ് ഡൂയിങ് സംതിങ് എൽസ്. പക്ഷേ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായതിനു ശേഷം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. 3 വർഷം മുൻപാണ് ലോണ്ടറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നൗ ഹി ഈസ് റണ്ണിങ് അറൌണ്ട് 120+ ഫ്രാഞ്ചൈസീസ് ഓൺലി ബിക്കോസ് ഹി ഷിഫ്റ്റഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് ഡൊമൈൻ. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾ ബിഗ് ബിസിനസ് ആർ ഡൂയിങ് ഫ്രാഞ്ചൈസിങ് ഡൈവേഴ്സിഫിക്കേഷൻ. അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ് ദിസ്. അത് നോർമൽ സെഷൻ ആയതുകൊണ്ട് ഐ എം സ്കിപ്പിംഗ് ദിസ്. ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫ്രാഞ്ചൈസിങ് ക്യാൻ ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഫ്രാഞ്ചൈസി ഒന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും ദർ ഇസ് എൻ ഓപ്ഷൻ ടു സ്റ്റഡി അബൌട്ട് ഫ്രാഞ്ചൈസി. നിങ്ങൾക്ക് ഒരു 30,000 rupees പ്ലസ് GST അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാഞ്ചൈസി ഓപ്ഷൻ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആർക്കും താല്പര്യം എന്നോട് ബന്ധപ്പെട്ടാൽ മതി. ഐ ക്യാൻ ഗിവ് യു നെസറി ഇൻഫർമേഷൻ. ഇതൊക്കെ ഒരു 50,000 to 65 CR വരെയുള്ള ഫ്രാഞ്ചൈസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5-10 ബിസിനസ് ഓപ്ഷൻ കേട്ടതിന് ശേഷം ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ഫ്രാഞ്ചൈസിങ്, അത് കുറച്ചുകൂടി സെൻസിബിൾ ആയിരിക്കും. ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവരെങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ബിസിനസ് മോഡൽ ഓപ്ഷൻസ് ആണ്. ഫോക്കോ, ഫീക്കോ, BOT, ഡിസ്ട്രിബ്യൂഷൻ, M2R എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഞാനിതൊന്നും കോംപ്ലക്സ് ആക്കുന്നില്ല. താല്പര്യമുള്ള ആൾക്കാർ, ഫ്രാഞ്ചൈസിങ് ചെയ്യാൻ സീരിയസ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ കൺസൾട്ടിങ് and you can explore more of these options. These are few brands which I am doing. Because premium നമ്മൾ aspirational brands ആണ് which I do. Okay, so spend quality time. നിങ്ങളുടെ കസ്റ്റമറോട് ഞാൻ പറയുന്ന കാര്യമാണ് സ്പെൻഡ് ക്വാളിറ്റി ടൈം ഇൻ സെലക്ഷൻ. ഞാൻ എല്ലാവരും പറയാറുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 1 മാസമെങ്കിലും പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫ്രാഞ്ചൈസി എടുക്കാവൂ. സോ വി ഡോണ്ട് പുഷ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ഇൻവെസ്റ്റേഴ്സ് നമ്മൾ പുഷ് ചെയ്യാറില്ല. നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തില്ല, അത് നഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഒരു ഗിമ്മിക്കും നമ്മൾ കാണിക്കാറില്ല. നമ്മൾ എഡ്യൂക്കേറ്റഡ് ഡിസിഷൻ എടുക്കാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻക്ലൂഡ് ഇപ്പോൾ ഇഫ് യു വോണ്ട് ടു ബിക്കം എ ഫ്രാഞ്ചൈസർ ഓൾസോ, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടേ മുന്നോട്ട് പോകാറുള്ളൂ. ഓക്കെ, ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ് ദിസ്.
നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതല്ല, ഞാൻ അതിലേക്ക് വരുന്നില്ല, കാരണം യു ആർ ഓൾ ബേസിക്കലി ഫ്രാഞ്ചൈസസ്, അതുകൊണ്ടൊന്നും പറയുന്നില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇൻവെസ്റ്റേഴ്സിന്, ഇതൊക്കെ നമ്മൾ കടത്തി വിട്ടിട്ടാണ് ഒരാളെ ഫ്രാഞ്ചൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദർ ആർ ലോട്ട് ഓഫ് ബിസിനസ് മോഡൽ. ഫോർ എക്സാമ്പിൾ 300% ROI കൊടുക്കുന്ന ബിസിനസ് ഒക്കെ ഉണ്ട്, 300% ROI. ഒബ്വിയസ്ലി അതൊരു സർവീസ് ബിസിനസ് ആയിരിക്കും, ആദ്യം മനസ്സിലാക്കേണ്ട സർവീസ് ബിസിനസ് ആയിരിക്കും. രണ്ടാമതൊരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കും. അല്ലാത്ത ഒന്നിനും 300% ROI ഓഫർ ചെയ്യാൻ കഴിയില്ല, കാരണം കള്ളക്കടത്ത് ഇപ്പോഴും ഫ്രാഞ്ചൈസി അല്ലല്ലോ. അതുകൊണ്ട് അതർവൈസ് ലീഗൽ ഓപ്ഷൻസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 10% മുതൽ ഒരു ദർ ആർ കമ്പനീസ് ഹു ആർ ജെനുവിൻലി ഗിവിംഗ് 40-45% ROI. ഓക്കെ, yeah, and there are even businesses who are giving like ഒരു 2.5 കോടിയുടെ ബിസിനസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഉറവു എന്ന് പറഞ്ഞിട്ടൊരു ബാംഗ്ലൂർ ബേസ്ഡ് ബ്രാൻഡാണ്. അവർ ചെയ്യുന്നത് ഈ അന്തരീക്ഷത്തിലുള്ള വെള്ളം വലിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് ടോണിക് വാട്ടേഴ്സ് ഉണ്ടാക്കി സെൽ ചെയ്യുന്ന ബ്രാൻഡാണ്. അവർ പറയുന്നത് നിങ്ങൾ ഒന്നിനും ഇൻവോൾവ് ചെയ്യേണ്ട, ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്താൽ മതി. അതിന് പറഞ്ഞാണ് ഫീക്കോ, ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓപ്പറേറ്റഡ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഏത് മോഡലിൽ വേണം, ഫീക്കോയിൽ വേണം, ഫോക്കോ വേണം, ഫോഫോ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. എസ്പെഷ്യലി നിങ്ങളുടെ ക്വാളിറ്റി വലിയൊരു കോൺഷ്യസ്നെസ് ഉള്ള കമ്പനി ആണെങ്കിൽ യു ഷുഡ് ഓൾവേസ് ഗോ വിത്ത് ഫോക്കോ, നോട്ട് വിത്ത് ഫോഫോ. ഫ്രാഞ്ചൈസി കൊണ്ട് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് പോകരുത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഫോഫോ തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്ത ബ്രാൻഡ്സ് ആണ്. ഐ സ്കിപ്പിംഗ് ദിസ്. സോ ഫ്രാഞ്ചൈസിങ് ഇസ് ഫോർ എവ്രി വൺ, ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് വെൻ, എപ്പോൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അത് ഒബ്വിയസ്ലി നിങ്ങളുടെ സ്റ്റെബിലിറ്റി സ്റ്റേജസ് കഴിഞ്ഞതിന് ശേഷം, സക്സസ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പോകാവൂ. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ഫ്രാഞ്ചൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. 3 ROIs ആണ് ബിസിനസ്സിൽ. ഒന്ന്, ഇത് പറയാനുള്ള റീസൺ കൂടി ഞാൻ പറയാം. 3 ROIs: റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഇന്റലിജൻസ്, റിട്ടേൺ ഓൺ ഇൻവോൾവ്മെന്റ്. നിങ്ങളുടെ ബിസിനസ് ഇത് 3 തരുന്നില്ല എങ്കിൽ യു ഷുഡ് ഓൾവേസ് തിങ്ക് ടു സ്വിച്ച് യുവർ ബിസിനസ്. ഇത് പറയാനുള്ള റീസൺ, ഞാൻ പലപ്പോഴും 30 വർഷം 40 വർഷം ഒരു ബിസിനസ് സ്റ്റക്കായി 40-ാം വർഷം ആ ബിസിനസ് വിൽക്കാൻ നോക്കുമ്പോൾ അവർ ലയബിലിറ്റിയാണ് നടത്തുന്നവർക്ക് അപ്പോഴാണ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതിനുള്ള ഫണ്ട് നിങ്ങൾ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഇന്റലിജൻസിനുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ച് കിട്ടുന്നുണ്ട്. ഇത് 3ഉം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തും പോകാവൂ. അല്ലെങ്കിൽ ഒരു 4 years ഡൗൺ ദ ലൈൻ ഇഫ് യു സീ ദാറ്റ് ഈ 3 ROI കിട്ടുന്നില്ല എങ്കിൽ യു മസ്റ്റ് ഡെഫിനറ്റ്ലി ചേഞ്ച് യുവർ ബിസിനസ്. ചില ആൾക്കാർ തെറ്റായിട്ടുള്ള ഐഡിയോളജിന്റെ മുകളിൽ സ്റ്റക്ക് ആവുന്ന ഞാൻ കാണാറുണ്ട്. സോ ഐ ഓൾവേസ് ആസ്ക് ദം ടു ഡു എ ഡബിൾ ചെക്ക്. ഓക്കെ, സോ ഞാൻ ലാസ്റ്റ് എപ്പോഴും പറയാറുള്ളതാണ്, ഹാവ് ദ കറേജ് ടു സ്റ്റാർട്ട്, ബൈ, ഗ്രോ, ചേഞ്ച് ഓർ കിൽ ബിസിനസ്. ഈ 5 കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടായിരിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഐ വർക്ക്ഡ് ഇൻ എ കമ്പനി ഫോർ അറൌണ്ട് 14-15 years. അതിന് മുമ്പ് വേറൊരു കമ്പനി ആയിരുന്നു. 19 വർഷത്തെ എംപ്ലോയ്മെന്റ് മാറ്റി ഞാൻ ഓണ്ടർപ്രണർ ആളാണ് ഞാൻ. ബട്ട് ദ കൈൻഡ് ഓഫ് അത് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, ഐ റിയലി എൻജോയ് ഇറ്റ് നൗ. ആൻഡ് ദെൻ യു ഷുഡ് നോ ഹൗ ടു ബൈ എ ബിസിനസ്, യു ഷുഡ് നോ ഹൗ ടു ഗ്രോ എ ബിസിനസ്, യു ഷുഡ് നോ ഹൗ ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് എ ബിസിനസ്, ആൻഡ് യു ഷുഡ് നോ ഹൗ ടു കിൽ എ ബിസിനസ്. തെറ്റായ ബിസിനസ് ആണ്, അതിനെ കില്ല് ചെയ്യാനുള്ള ധൈര്യം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതർവൈസ് ദാറ്റ് ബിസിനസ് വുഡ് കിൽ യു. ഓക്കെ, സോ ലൈഫ് ഇസ് ഓൾ അബൌട്ട് ലേണിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്. ആൻഡ് ദിസ് ഇസ് മീ. ഇഫ് യു വാണ്ട് ടു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ദിസ് ഇസ് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതേപോലെ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കുറേ ബിസിനസ് ഓപ്ഷൻസ് ഇടാറുണ്ട്. ഇഫ് യു വാണ്ട് ടു എക്സ്പ്ലോർ ദാറ്റ്, യു ആർ ഓൾവേസ് ഫ്രീ ടു ഡു ദിസ്. താങ്ക് യു, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. പറഞ്ഞ സമയത്ത് തീർത്തു എന്ന് കരുതുന്നു. യെസ്, ഓക്കെ, ഗ്രേറ്റ്. സോ ഐ വിൽ ഓപ്പൺ ദിസ് ഫോർ എനി ക്വസ്റ്റ്യൻസ്. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ് ഞാൻ പറയാം. അതർവൈസ് ഐ വിൽ റെഫർ ആൻഡ് കം ബാക്ക് ടു യു. ഓക്കെ. യെസ്, ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. നമ്മൾ 9 മിനിറ്റ് കൂടി ഉണ്ട് ഫോർ Q&A. 9 minutes. ആർക്കുണ്ടെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, വാസ് ദിസ് യൂസ്ഫുൾ? Yes. ഓക്കെ, താങ്ക് യു. ഹാപ്പി ടു നോ ദാറ്റ്. ചോദിക്കാം കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാം. Sir, ഈ franchisee, you're doing consultation for India as well as what are the regions you do? ഇപ്പൊ നോർമലി ഏഷ്യ പസഫിക് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് എവറിവെയർ വി ഹാവ് റീച്ച്. ശ്രീലങ്ക ഇസ് ഓൾസോ ദേർ, നേപ്പാൾ ഇസ് ദേർ, വി ഹാവ് ഗുഡ് റീച്ച് ദേർ. കേരളത്തിൽ വി ഹാവ് ഓൾറെഡി ഹാവ് ഗുഡ് റീച്ച്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് റീച്ച് ചെയ്യാം, ബിക്കോസ് ഐ എം ഓൾസോ എ കൺസൾട്ടന്റ് ടു ഫ്രാഞ്ചൈസ് ഇന്ത്യ. സോ വി ഹാവ് ദ എൻറ്റയർ ടീം ടു സപ്പോർട്ട്. So adinde I think probably we can talk about a one-to-one session, no? Yeah, one-to-one irunnu understand things and all, not now, I believe.
അല്ല അത് 1-to-1 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം ഐ നീഡ് ടു ആസ്ക് യു സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. അത് ഒരു കോമൺ ഫോറത്തിൽ പറയാത്തതാണെന്നല്ലേ. Yeah, okay. ഒരു ഐഡിയോളജി മനസ്സിലായല്ലോ ബേസിക്. Yeah. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് നിങ്ങൾ ക്യാമറയിൽ ഓൺ ചെയ്ത് വന്നു, വിച്ച് ഷോസ് ദാറ്റ് യു ആർ പ്രിപ്പയർഡ് ഫോർ ദിസ്. ബാക്കി No, പലരും actually, I was not prepared. ഞാൻ പെട്ടെന്നാണ് മെസ്സേജ് ചെയ്യേണ്ടത്, ബട്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓ ഇന്ന് 2 മണി സഡൻലി ഐ സോ ദ മെസ്സേജ്, then I was in the office luckily, so I log in. But Okay, it was but nice. great. And one brand which you could follow is basically cosmetics. സഫ ഗ്രൂപ്പ്, മലപ്പുറമുള്ള സഫ ഗ്രൂപ്പിന്റെ ഒരു ബ്രാൻഡാണ് കോസ്മെറ്റിക്സ്. അവരും സിമിലർ ലൈൻസിൽ കയറിയിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു റെഫർ ദെയർ മോഡൽ, യു ക്യാൻ റെഫർ ദാറ്റ്. അത്യാവശ്യം എക്സ്പാൻഷനിൽ പോകുന്നുണ്ട് ഇപ്പോൾ. യാ, ഓക്കെ, ഗ്രേറ്റ്. ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വി ആർ ബേസിക്കലി മാനുഫാക്ചർ ഓൾസോ. നമ്മുടെ ഇപ്പൊ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ഇത് ഞങ്ങളുടെ ഒരു സെറാണ്. ഓ ഓക്കെ, ഞങ്ങളുടെ ഇറ്റ്സ് എ പ്രീമിയം ഒരു ബ്രാൻഡ് സ്റ്റോറി, ഇറ്റ്സ് ആൻ ഇമോഷണൽ പാക്കേജിംഗ് ഒക്കെ വളരെ പ്രീമിയം ആണ്. ഓ വെരി ഗുഡ്. You can see not only the marketed by, manufactured by also our company. Odale ഓ Paris. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെ ബ്രാൻഡ് Odale Paris. ഇങ്ങനെയാണ് നമുക്ക് ഇപ്പൊ തന്നെ 60 പ്രോഡക്ട്സ് ഉണ്ട്. We have 60 products. ഓ വെരി ഗുഡ്, വെരി അപ്പൊ ഗുഡ്. ഞങ്ങളുടെ സ്ട്രോങ് അഡ്വാൻറ്റേജ് പോയിന്റ് ആണ്. is ദാറ്റ്സ് എ that ഗുഡ്. is a strong point. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, നമ്മളെ ഓൺ പ്രൊഡക്ട്സ് നമ്മളൊരു ബെനിഫിറ്റ്, വി ആർ നോട്ട് ഡിപ്പെൻഡ് ഓൺ സമ്മൺ എൽസ്. Exactly, and ക്വാളിറ്റിയിൽ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ്. പിന്നെ ഒരുപാട് കട്ട് വരുന്നില്ല. നിങ്ങൾക്ക് Yes. ബെസ്റ്റ് പ്രൈസിൽ എസ്പെഷ്യലി കൊടുക്കാൻ കട്ട് പറ്റുന്നതാണ്. വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഇൻ അഫോർഡബിൾ പ്രൈസ്, അതൊരു USP ആണ്. ആൻഡ് ഞങ്ങളുടെ ഔട്ട്ലെറ്റ്സിലൊക്കെ വി ആർ ഗിവിംഗ് ഫ്രീ സ്കിൻ ടെസ്റ്റ്, സ്കിൻ അനാലിസിസ്, അതിനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അതൊക്കെ നിങ്ങളെ USPs ആണ്. യു കൻ ഡെഫിനറ്റ്ലി. ആൻഡ് അവർ ബ്രാൻഡിങ്, ഒബിയസ്ലി വി ആർ നോട്ട് സെല്ലിംഗ് ദ പ്രോഡക്റ്റ്, വി ആർ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് അബൌട്ട് സ്കിൻ കെയർ. ഈ ഒരു ഐഡിയോളജി നമ്മൾ ഫ്രാഞ്ചൈസിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവരും ഈ സെയിം വിഷനിൽ എത്തിയാലാണ് നിങ്ങളെ, അല്ലെങ്കിൽ ഡൈലൂട്ട് ആയി പോകും അല്ലെങ്കിൽ. എക്സാക്ട്ലി. ഓക്കെ, ഓക്കെ. താങ്ക് യു മിസ്റ്റർ നഫീസ്. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഇറ്റ് വെരി ഇൻട്രാക്ട്. ഹു എൽസ് ഒന്ന് സംസാരിക്കാമോ ആർക്കെങ്കിലും? Hi, Deepak. ഹാ, ഹേയ്. Dinak here. യാ ദിനകർ, ടെൽ മീ. ഞാൻ ആക്ച്വലി ഇവിടെ വന്ന കേരളത്തിൽ വന്നപ്പം 4 years ആക്ച്വലി. ഓ കോവിഡ് ടൈം, ഓൾമോസ്റ്റ് പോസ്റ്റ് കോവിഡ് ടൈം. ഓക്കെ, ഞാൻ കാലിക്കറ്റില് 2-3 കമ്പനി കണ്ടിരുന്നു. Almost about to join that company. Okay. They were selling this, but it was very costly. They were selling water, hydrogen water, and nitrogen water. It's Okay. double H2 or something. And so then I just dropped the idea and came back to Kannur again. That is one thing. Second thing is Ayur product. Again, Calicut. Calicut is in Alapura. ഓക്കെ. Alapura was like, little, you have to walk and go. And so that I thought it will not work for me. But they were, they were looking for opportunities. Okay. You can sell it in Kerala, Talcherry, anywhere. Oh, right? okay. From Talcherry. Basically means currently I'm in Talcherry. ഓക്കെ, ഓക്കെ. ദിനകർജി, ഇതിനകത്ത് ഇത്രയും ചെക്കുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ദിസ് ഇസ് വാട്ട് വി ചെക്ക്. 25 പോയിന്റ് ചെക്ക് എന്ന് പറയും നമ്മൾ. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ ഈ പറഞ്ഞ 2 ബിസിനസ്സുകളിലും ഒരു ചലഞ്ച് ഞാൻ കണ്ടു. അതും കോഴിക്കോട് സെയിം അയ്യൂർ പ്രോഡക്റ്റ്. ഓക്കെ, ഓക്കെ. എസ്പെഷ്യലി ഈ ചില മാർക്കറ്റ് ഉള്ളില്ലാത്ത ബിസിനസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു പുഷ് ഹാർഡ്. അപ്പൊ അങ്ങനെ പുഷ് ഹാർഡ് ബിസിനസ് കുറച്ചൊരു ചലഞ്ചിങ് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി. പുഷ് ഹാർഡ് ബിസിനസ് കുറച്ച് ടഫാണ്. സോ ഐ സജസ്റ്റ് നോർമലി, എസ്പെഷ്യലി നമ്മൾ എംപ്ലോയ്മെന്റ് കഴിഞ്ഞ് പുതിയൊരു ഇതിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് പുള്ളുള്ള ബിസിനസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോണ്ടറി പോലുള്ള ക്ലീനിങ് ബിസിനസ്, അതിലെന്താ പറയുക, കുറേയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അതായത് നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് അധ്വാനം നമുക്ക് എത്ര വേണം അധ്വാനിക്കാം, പക്ഷേ ഫണ്ടും കൂടി ഇല്ല എന്ത് ചെയ്യും? അപ്പോൾ ഓൾവേസ് ഐ സജസ്റ്റ് ടു ഗോ വിത്ത് ഈസി ബിസിനസ് ഫസ്റ്റ് ആൻഡ് ദെൻ സ്റ്റെപ്പ് ഇൻ ടു ടഫർ കൈൻഡ് ഓഫ് ബിസിനസ്. അതാണ് എൻ്റെ ഒരു സജഷൻ, എസ്പെഷ്യലി എംപ്ലോയ്മെന്റ് ടു ഇതിലേക്ക് പോകുന്ന സമയത്ത്. Yeah, we'll talk in person. Sure. Yeah. Okay, good.
ഓക്കെ, എനി ഫോർ ദ ക്വസ്റ്റ്യൻസ്? നേരത്തെ സ്ക്രീനിൽ കണ്ടില്ലല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ 25 ചെക്സ് കേട്ടോ. 25 ചെക്ക് പോയിന്റ്സ് ഇതാണ്. 25 ചെക്ക് പോയിന്റ്സ് എടുത്തിട്ടാണ് പൊതുവേ നമ്മളൊരു ബിസിനസ് സജസ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി എംപ്ലോയ്മെന്റ് ഇറങ്ങുന്ന ആൾക്കാരോട് ഐ ഓൾവേസ് സജസ്റ്റ്, കാരണം നമ്മളൊരു സേഫർ സൈഡിൽ നിന്നിട്ട് പോവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ്, നമ്മുടെ ഫിനാൻഷ്യൽ ആസ്പിറേഷൻസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് എടുക്കാൻ. ഓക്കെ, ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് മിസ്റ്റർ സനൂപ് can speak. I can see Sanup, I can see lot of other parts. എൻ്റെ പേര് സനൂപ്. ഞാൻ ബേസിക്കലി ഒരു ഓഡിറ്ററാണ്. ഓ, ഓക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ പറഞ്ഞ USP കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിരുന്നു. എനിക്ക് അറിയാവുന്ന ബിസിനസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൻ്റെ കൂടെ നമ്മൾ ട്രെയിനിങ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ കുട്ടികളോട് പറയുന്നത് അതിനകത്ത് പറയുന്ന ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 17-18 അസസ്മെന്റ് ഇയറിൽ തന്നെ ഓഡിറ്റ് ഫിനിഷ് ചെയ്യണമെന്ന് വന്നപ്പോൾ നമുക്ക് സ്റ്റാഫിന് ഷോർട്ടേജ് വന്നു. അപ്പം നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ആ സെയിം ക്വാളിറ്റിയിൽ തന്നെ ഞാൻ കീപ്പ് ഓൺ ചെയ്ത് അക്കൗണ്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായി. ഇപ്പം ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അതേക്കുറിച്ച് ആക്ച്വലി ദീപകിൻ്റെ നിന്ന് പഠിക്കാനുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ആക്ച്വലി ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. അതിന്റെ കാരണം എനിക്കറിയാവുന്നത് അക്കൗണ്ട്സും ടാക്സും. അത് തന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ അതിന് അത്യാവശ്യം ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം ഒരു 28 കുട്ടികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അത്യാവശ്യം ഒരു 10-400 കുട്ടികൾ, 400 to 500 സ്റ്റുഡൻസ് എവറി ഇയർ ഉണ്ട്. അപ്പൊ അത് ഒന്നുകൂടെ ഒരു ഫർദർ ഗ്രോ ചെയ്യിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാ സൗണ്ട് എനിക്ക് കേൾക്കണില്ല. സോറി, ഞാൻ മ്യൂട്ട് ചെയ്ത് സംസാരിച്ചത്. എനിക്ക് ആക്ച്വലി 2 എട്ട് കമ്പനീസ് ആണല്ലേ. ഒന്നിന്റെ പേര് studyaccounts.com എന്നാണ്. ഇതിനകത്തുള്ളത് GST, TDS, ITR, UAE, VAT, EPFO, ഇതിന്റെയൊക്കെ സിമുലേഷൻസ് ആണ്. ഞാൻ അതെടുക്കുന്നുണ്ട്. അപ്പൊ അറിയാലോ. അപ്പൊ അതാണ് ഒന്ന് ചെയ്യുന്നത്. 2 ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാവുന്ന KC ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ബേസിക്കലി ഡൽഹി ബേസ്ഡ്. അവരിപ്പോൾ ഒരു ACCA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 10 lakh rupees assured salary. Day 1 they'll give you offer letters നമ്മളെ കുട്ടികൾക്ക്. അങ്ങനത്തെ ഓപ്പറേഷണൽ ഹെഡേക്ക് ഇല്ലാത്ത കുറേ ബിസിനസ്സുകളുണ്ട് വേർ യു ക്യാൻ ഡൈവേഴ്സിഫൈ ആൻഡ് മേക്ക് മണി. എല്ലാത്തിലും നമ്മൾ തന്നെ അധ്വാനിക്കണമെന്നില്ല, നല്ല ആൾക്കാർ അവിടെ ഉണ്ട്, അവരുടെ ലിവറേജ് ചെയ്യാലോ. സോ വി ക്യാൻ ലിവറേജ് ഓൺ സച്ച് ബ്രാൻഡ്സ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. ക്രയോഡു എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ ബ്രാൻഡ്, ഇഫ് യു ലുക്കിംഗ് ഇൻ ടു എഡ്യൂക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട്. ഇപ്പം സേഫർ സൈഡ്, ഇപ്പം നമ്മുടെ ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയില്ലേ, ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അവരിപ്പോൾ റീസെന്റ് JK ഷാ ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. അതിന്റെ ഓണർ എനിക്കറിയാം, സന്തോഷേട്ടൻ. അപ്പൊ അവരിപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത് എറണാകുളം പോയിട്ട് കടവന്തര എന്ന് തോന്നുന്നുണ്ട്. ദേ സ്റ്റാർട്ടഡ് ദിസ് ബ്രാൻഡ് കോൾഡ് യൂക്ലി. ഞാനാ കൊടുത്തത് അവർക്ക് ഫ്രാഞ്ചൈസി. അവർ ലോണ്ടറി ആയിട്ട് സ്റ്റാർട്ട്. എന്നോട് ഇനി എഡ്യൂക്കേഷൻ എനിക്ക് വേണ്ട, ഐ വാണ്ട് ടു ലുക്ക് ഇൻ ഡിഫറെന്റ് തിങ്, എനിക്ക് ഹെഡേക്കിലാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർട്ടഡ് ലോണ്ടറി ഒക്കെ കമ്പാരിറ്റീവ്ലി സേഫർ ബിസിനസ്. അപ്പം നിങ്ങളെ ആസ്പിറേഷൻ അനുസരിച്ചിട്ട് വി ക്യാൻ ഗൈഡ് യു, വി ക്യാൻ സപ്പോർട്ട് യു. താങ്ക് യു. So thank you so much. It's 3:30. We always keep time because that is one basic rule which we always follow. Thank you so much for joining on time. നിങ്ങൾ വന്നതിന് ശേഷം ഒരു 6ഓളം ആൾക്കാർ നമുക്ക് ക്യൂവിൽ ഉണ്ടായിരുന്നു. വി നെവർ അലൗഡ് ദം. കാരണം പകുതി കേട്ടാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുള്ളൂ, അതുകൊണ്ടാണ്. സോ എനി ഡൗട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത പേഴ്സൺ ഉണ്ടാവും, യു സ്പോക്ക്, ദേ ആർ ഓൾവേസ് അവൈലബിൾ ടു സപ്പോർട്ട് യു ആൻഡ് വി ആർ വൺ ടീം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. താങ്ക് യു.